Hello everyone, welcome back to Future Bliss Academy. Yes, this is Sudharpa. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. എന്താണ് NIOS അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്? ഇന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. NIOS എന്ന് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, നിങ്ങളും കേട്ടിട്ടുണ്ടാകും അല്ലേ? 10ാം ക്ലാസ്സും +2ഉം കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്ലിയർ ചെയ്തെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് ഈ NIOSനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചാലോ? NIOS അഥവാ ദേശീയ ഓപ്പൺ സ്കൂളിംഗ് സ്ഥാപനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനമാണ്. അതായത് പരമ്പരാഗത സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക്, കുറച്ച് മുന്നേ വരെ നമ്മൾ അറിയാലോ, നമ്മൾ ഡെയിലി സ്കൂളിൽ പോയി നമ്മൾ എക്സാം ഒക്കെ എഴുതി നമുക്ക് പാസ്സാവാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക്, അതേപോലെ തന്നെ പഠനം ഇടയ്ക്ക് നിർത്തിയവർക്കും, ജോലി ചെയ്യുന്നവർക്കും, കായിക താരങ്ങൾക്കും, കലാകാരന്മാർക്കും, വീട്ടമ്മമാർക്കും പ്രായപരിധിയില്ലാതെ സ്കൂൾ വിദ്യാഭ്യാസം തുടരാൻ അവസരം നൽകുന്നതിനായിട്ട് ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ദേശീയ വിദ്യാഭ്യാസ ബോർഡാണ് ഇത്. അപ്പൊ NIOS എന്ന് പറയുന്നത് എന്താ? അതൊരു ദേശീയ വിദ്യാഭ്യാസ ബോർഡാണ്. അത് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ സർക്കാരുമാണ്. അതുകൊണ്ട് NIOS ത്രൂ 10ാം ക്ലാസ്സും +2ഉം പാസ്സായ കുട്ടികൾക്ക് അത് ബാക്കിയുള്ള അവരുടെ കരിയറിൽ ഉപയോഗിക്കാൻ പറ്റുമോ, അവരുടെ അപ്ഡേഷന് വേണ്ടിയിട്ടും അവരുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആവുമോ എന്ന സംശയം ആർക്കും വേണ്ട. ഇത് വിദ്യാഭ്യാസ മന്ത്രാലയം അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയം ഭരണ സ്ഥാപനമാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ളതും സൗകര്യപ്രദവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് NIOSന്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് NIOS ത്രൂ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉള്ളതാണോ എന്ന കാര്യത്തിലും സംശയം വേണ്ട. NIOSന്റെ ചരിത്രത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 1989 ദേശീയ ഓപ്പൺ സ്കൂളായി ഈ സ്ഥാപനം ആരംഭിച്ചത്. അപ്പൊ അത് ഇന്നലെയും ഇന്നും ആരംഭിച്ചതല്ല, 1989 ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഇത് പിന്നീട് നാഷണൽ ഓപ്പൺ സ്കൂൾ എന്നതിൽ നിന്നും 2002 ഇതിന്റെ പേര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നാക്കി മാറ്റി. അപ്പോൾ 1989 ഇത് നാഷണൽ ഓപ്പൺ സ്കൂളായിരുന്നു, 2002 ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നാക്കി മാറ്റി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനമായിട്ട് NIOS വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും 1989 NIOS ആരംഭിച്ചത്? ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കണമെന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ സാഹചര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ജോലി, വിവാഹം, കായിക കലാമേഖലകളിലെ തിരക്ക് എന്നീ കാരണങ്ങൾ കൊണ്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം തുടരാൻ കഴിയാതെ വരുന്നൊരവസ്ഥയിൽ എത്തും. ഇത്തരക്കാർക്ക് വീണ്ടും വിദ്യാഭ്യാസത്തിലേക്ക് മടങ്ങി വരാനുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NIOS ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി NIOS നൽകുന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കോഴ്സുകൾ അല്ലെങ്കിൽ പരിപാടികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് സെക്കൻഡറി കോഴ്സ്, അതായത് 10ാം ക്ലാസ്. നിങ്ങൾക്ക് 10ാം ക്ലാസ് റെഗുലർ ആയിട്ട് സ്കൂളിൽ പോയി പഠിച്ച് പാസ്സാവാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ 10ാം ക്ലാസ് തുല്യത നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം. മറ്റൊന്ന് സീനിയർ സെക്കൻഡറി കോഴ്സ് അല്ലെങ്കിൽ +2 ആണ്. ഹയർ സെക്കൻഡറി തുല്യത നേടുന്നതിനുള്ള ഒരു കോഴ്സാണിത്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിലും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഈ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കപ്പെടുന്നുണ്ട്, അതായത് +2. ദെൻ വൊക്കേഷണൽ കോഴ്സ്, തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളും NIOS വഴി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. ഇത് കൂടാതെ ലൈഫ് എൻറിച്ച്മെന്റ് പ്രോഗ്രാംസും അവർ നമുക്ക് നൽകുന്നുണ്ട്. അതായത് ജീവിത നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്ന വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള പരിശീലന പരിപാടികളും NIOS നടത്താറുണ്ട്. ഓക്കെ, ഇതാണ് NIOS. അതുകൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പഠിച്ച് പാസ്സായ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇതൊരു ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സ്ഥാപനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ സർട്ടിഫിക്കേഷനിൽ യാതൊരു സംശയം ആർക്കും വേണ്ട. ഇനി NIOSന്റെ വിവിധ സവിശേഷതകൾ എന്തൊക്കെയാണ്, പരീക്ഷാ രീതി എന്തൊക്കെയാണ്, NIOSൽ ആർക്കെല്ലാം പഠിക്കാൻ പറ്റും, NIOSന് സർട്ടിഫിക്കറ്റിന് അംഗീകാരമുണ്ടോ, NIOSൽ പഠിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെ നമുക്ക് പ്രവേശനം നേടാം എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം.
അതുവരെ ഒന്ന് കാത്തിരിക്കണേ. ഇനി NIOSലെ സെക്കൻഡറി കോഴ്സും സീനിയർ സെക്കൻഡറി കോഴ്സും ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട്. ഫ്യൂച്ചർ പ്ലസ് അക്കാദമി കൂടെയുണ്ട്. ഫോർ മോർ ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട് us. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്.